ഞങ്ങൾ ഈ നോമ്പ് തുറ ഉണ്ടെങ്കിൽ ഇതൊരു വളരെ പ്രത്യേകതയുള്ള നോമ്പ് ഒരു ഇഫ്താർ മീറ്റാണ്. കാരണം നമ്മുടെ സുഹൃത്തായ കണ്ണൂരുള്ള ജിജോ മച്ചാനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ റൌഫ്, അതേപോലെ തന്നെ ഹനീഫ, അതേപോലെ തന്നെ ഷാഫി, അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ പാടെ കൂടിയിട്ട് അവരെ ഒഴിവിനനുസരിച്ച് ഒരു ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചാണ്. എന്തിനാണ് ഇഫ്താർ മീറ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? അവരുടെ കൂടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന അവരുടെ സുഹൃത്ത് പെട്ടെന്ന് ഒരു നിമിഷം ഇല്ലാതായി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ്. അദ്ദേഹത്തിൻ്റെ എല്ലാ തെറ്റുകുറ്റവും പുറത്തു കൊടുക്കാട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 7ാം ദിവസമായിരുന്നു നോമ്പ് 1. അപ്പോൾ അവർ എല്ലാവരും പാടെ കൂടിയിട്ട് ഒരു തീരുമാനത്തിലെത്തി യാസീൻ ഓതി ദുആ ചെയ്യുക എന്നുള്ള, അതുപോലെ തന്നെ ഇഫ്താർ മീറ്റും സംഘടിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇഫ്താർ മീറ്റാണ് ജിജോയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ പാടെ കൂടിയിട്ടുണ്ടാക്കിയ ഒരു ഇഫ്താർ മീറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നല്ല മാഷാഅല്ലാഹ് വളരെയധികം ഭംഗിയായ ഒരു പരിപാടിയായിരുന്നു. സമൂസ കാര്യങ്ങൾ, അതേപോലെ തന്നെ ഫ്രൂട്ട്സ്, ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ നിസ്കാരത്തിന് ശേഷം ബിരിയാണി. വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു നിമിഷങ്ങളായിരുന്നു. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രവാസത്തിലേ കാണാൻ കഴിയുള്ളൂ. ഇതൊക്കെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്ന കാലങ്ങളാണ്. ഇത് ജാതി മത വർഗീയതകളില്ലാതെ സംഘടിപ്പിച്ചൊരു ഇഫ്താർ മീറ്റ്. പിന്നെ അതേപോലെ തന്നെ KMCCൻ്റെ ഇതിൻ്റെയൊക്കെ നേതാക്കന്മാരൊക്കെ വന്നു ചെറിയ ഉത്ബോധനം നടത്തി. കാരണം ഈ സുരക്ഷാ സ്കീമുണ്ട്, അതിൽ അദ്ദേഹത്തിന് അംഗത്വമില്ലായിരുന്നു. അംഗത്വം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കുമായിരുന്നു അതിനെക്കുറിച്ചൊക്കെയുള്ള ഉത്ബോധനങ്ങളൊക്കെ ആളുകൾക്ക് പറഞ്ഞു. കാരണം കുറേ ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോൾ അതിലൊക്കെ അംഗത്വം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആനുകൂല്യങ്ങളും പിന്നെ കുടുംബത്തിനുള്ള താങ്ങും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ വളരെയധികം വിശദമായിട്ട് അവർ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ജിജോ മച്ചാൻ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവരുടെ എല്ലാ കാര്യത്തിനും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക.